ജിഗർദന്തയുടെ ഒരു ടേസ്റ്റ് ഒരു പടച്ച ടേസ്റ്റാണ്. വെൽക്കം ടു പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാഡി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വാട്ടർമെലോൺ, തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തക്ക, അതിന്റെ ജ്യൂസാണ് അടിക്കാൻ പോകുന്നത്. ഇതാണ് സംഭവം, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പൊ അതിന്റെ ജ്യൂസ് അല്ല, അതിന്റെ ഒരു മിനി ഷേക്കാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഒന്നാമതിപ്പോ നല്ല ചൂടുകാലാണ്. അപ്പോ വാട്ടർമെലോൺ, തണ്ണിമത്തന്റെ ജ്യൂസാണ് ഇപ്പോൾ നല്ലത്. എന്തുകൊണ്ടും ശരീരത്തിന്റെ വെള്ളം കമ്മിയാവുന്നതിനും പിന്നെ ന്യൂട്രീഷനും പിന്നെ വിയർപ്പ് എല്ലാറ്റിനും നല്ലൊരു പാനീയമാണ്, തണുപ്പാണ്, ബോഡിക്ക് തണുപ്പാണ്. അപ്പൊ അതിന്റെ ഷേക്ക് അടിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. അപ്പൊ വാട്ടർമെലോൺ ഒരു 1/2 കിലോന്റെ ഒരു വാട്ടർമെലോൺ, പിന്നെ അതിലേക്ക് 2 ഗ്ലാസ് പാല്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ജിഗർദന്ത മിക്സ് പൗഡർ ഒരു 4 ടീസ്പൂണ്, പിന്നെ വാനില എസൻസ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയും ഐറ്റംസ് ഉള്ളൂ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് അല്ലെങ്കിൽ തണ്ണിമത്തൻ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്യാനെടുക്കാം. ആയിക്കോട്ടെ. നല്ല പഴുത്ത നല്ല കളറുള്ള റോസ് കളറല്ലേ? അതെ. ചെറിയ പീസായിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. നമുക്ക് 2 ട്രിപ്പായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റിൻ്റെ ആണ്. കുരും നമ്മൾ ചേർത്തിട്ട് ഇതിലടിക്കുകയാണ് ഏറ്റവും ഉത്തമം. കാരണം കുരു ശരിക്കും പറഞ്ഞാൽ നല്ല പ്രോട്ടീനാണ്. തണ്ണിമത്തൻ്റെ കുരു നല്ല പ്രോട്ടീനാണ്. പക്ഷെ ആരും കഴിക്കാനല്ലോ, ഒക്കെ കളയാ ചെയ്യണല്ലേ. നമുക്ക് അടിക്കാം. നമ്മുടെ ചെറിയ ജാറ് വെച്ചു. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഇപ്പോൾ ഒരു പിടിയാണ് കണക്ക്. കാഷ്യൂനട്ടും പഞ്ചസാരയും, പിന്നെ പാല്. പഞ്ചസാര നമ്മൾ ആവശ്യത്തിനാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ വാനില എസൻസ് ഉണ്ട്, ഒരു 4-5 ഡ്രോപ്പ് വാനില എസൻസ്. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീം കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പായിട്ട് നമ്മുടെ ജിഗർദന്ത മിക്സ് പൗഡർ 4 ടീസ്പൂൺ, അതും കുറച്ച് പാല്, ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി, ഒരുപാട് മിക്സ് ആവേണ്ട കാര്യമില്ലല്ലോ. അതും നമ്മൾ ഇതിലേക്ക് നല്ലൊരു ക്രീം കളറാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബാക്കി വന്ന 1 ഗ്ലാസ് പാല് നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഷേക്കാണിത്. ഇപ്പം നമ്മുടെ ജ്യൂസ് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട്. ശരിക്ക് ഒരു റോസ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ അവസാനമായിട്ട് ആഡ് ചെയ്യേണ്ടത് ഒരൊറ്റ സാധനം മാത്രമല്ലോ, ഐസ് ക്യൂബ്സ് എടുക്കും. ഇനി ഐസ് ക്യൂബ്സ് മെല്ലെ ഇതിലേക്ക് ഇടാം.
വളരെ സിമ്പിളാണ്. നമുക്കിനി ഇതിന്റെ അറേഞ്ച്മെന്റിലേക്ക് കിടക്കാം. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചൂട് സമയമല്ലേ, സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. വെറും ഒരു തണ്ണിമത്തൻ അല്ലെങ്കിൽ ഈ വാട്ടർമെലൺ മാത്രം നമ്മൾ അടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു അത്ര ഒരു കളർഫുൾ അല്ല. ഈ ടേസ്റ്റും വരും. മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഗസ്റ്റ് വന്നാലും നമുക്കതൊരു ക്രെഡിറ്റ് ആണ്. ഒരു 10-15 മിനിറ്റ് ഇവിടെ കേരളത്തിലധികം ആരും മിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഇതിപ്പോ ടേസ്റ്റ് എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ്. അതെ, കാരണം നല്ലൊരു ഷേക്ക് പോലെ ഷേക്ക് തന്നെയാണ്. എല്ലാം നല്ല സാധനങ്ങൾ തന്നെ ഇട്ട് മിക്സ് ചെയ്തതല്ലേ. നമ്മള് ജിഗർദണ്ഡ ഇതിൽ ചേർത്തിട്ടുണ്ട് അല്ലേ? ജിഗർദണ്ഡയുടെ ഒരു ടേസ്റ്റ് ഒരു പടച്ച ടേസ്റ്റ് ആണ് അത്. കാരണം ജിഗർദണ്ഡ വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഒരുപാട് ജ്യൂസസിലും ഷേക്സിലും ജിഗർദണ്ഡ നമുക്ക് മിക്സ് ചെയ്യാം. ശരിക്കും ഏത് ജ്യൂസിനെയും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത്, അതായത് മുന്നിലേക്ക് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തെടുക്കുന്നത് ജിഗർദണ്ഡയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മാംഗോ ജ്യൂസ് അടിക്കാണ്, അല്ല ആപ്പിൾ ജ്യൂസ് അടിക്കാണ്, ഏതിലും ജിഗർദണ്ഡ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജ്യൂസ് ശരിക്കും ഒരു എക്സ്ട്രീം ടേസ്റ്റിലേക്ക് വരും. ഈ ജിഗർദണ്ഡ മിക്സ് പെട്ടെന്ന് ഇവിടെ എല്ലായിടത്തും ജിഗർദണ്ഡ മിക്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയില്ല. അതെ, അത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സംഭവമാണ് ജിഗർദണ്ഡ മിക്സ് പൗഡർ. അതെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ വീട്ടിലുണ്ടാക്കുക, ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.